വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോ ക്ലാസ്സിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരുന്നു അല്ലേ, നമ്മുടെ NIOS +2 ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരുന്നു. സോ നമ്മൾ ഫസ്റ്റ് 8 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമ്മുടെ ഇനി നമുക്ക് 9ാമത്തെ ചോദ്യം മുതലാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സെക്ഷൻ C ഗ്രാമർ. 9th ക്വസ്റ്റ്യൻ എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് വേർബ്സ്. ഓക്കെ, അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, നമ്മൾ അതിൽ പ്രോപ്പർ വേർബ്സ് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്? വാട്ടർ ഡാഷ് ബോയിൽ, ബ്രാക്കറ്റിൽ ബോയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്, അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പോൾ എന്താണ്? അതുപോലെ തന്നെ രണ്ടാമത്തെ ദ പെയിൻറ്റർ ഡാഷ് പെയിൻറ്റ് ദ ഹൗസ് ഫോർ 2 days. പിന്നെ മൂന്നാമത്തെ ഐ ഡാഷ് സി രാജേഷ് യെസ്റ്റർഡേ മോർണിംഗ്. ഓക്കെ, അപ്പോൾ വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, ഇതാണ് ബോയിൽസ്, അതാണ് കറക്റ്റ് വേർബ് അല്ലേ. അപ്പം വാട്ടർ ബോയിൽസ് അല്ലേ, ബോയിൽ പ്ലസ് ഒരു എസ്സും കൂടി ബോയിൽസ് എന്നാണ് അവിടെ കറക്റ്റ് വരേണ്ടത്. ഓക്കെ, വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ദ പെയിൻറ്റർ എന്താണ്? ഹാസ് ബീൻ പെയിൻറ്റിങ് അല്ലേ. ഇവിടെ കറക്റ്റ് വേർബ് എങ്ങനെയാണ്? ഈ പെയിൻറ്റ് അല്ലേ. അവിടെ എന്താണ് നമ്മൾ കൊടുക്കേണ്ട? കറക്റ്റ് വേർബ് എങ്ങനെ കൊടുക്കേണ്ടത്? ഹാസ് ബീൻ പെയിൻറ്റിങ്. ഓക്കെ, ദ പെയിൻറ്റർ ഹാസ് ബീൻ പെയിൻറ്റിങ് ദ ഹൗസ് ഫോർ 2 days. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. ദ പെയിൻറ്റർ ഹാസ് ബീൻ പെയിൻറ്റിങ് ദ ഹൗസ് ഫോർ 2 days. ഇവിടെയോ അടുത്തത് ഐ ഡാഷ് സി രാജേഷ് യെസ്റ്റർഡേ മോർണിംഗ്. അവിടെ എന്താണ്? ഐ സോ അല്ലേ, ഇന്നലെ രാവിലെ ഞാൻ രാജേഷിനെ കണ്ടു അല്ലേ, പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. അപ്പോൾ അവിടെ പാസ്റ്റ് ഫോം ഓഫ് ദി വേർബ് സി എന്നുള്ളത് എന്താണ്? അവിടെ കറക്റ്റ് ഫോം ഓഫ് ദി വേർബ് എന്താണ്? പാസ്റ്റ് ടെൻസ് അല്ലേ. യെസ്റ്റർഡേ ഇന്നലെ രാവിലെയാണ് കണ്ടത്, അപ്പോൾ സോ SAW. ഓക്കെ, സോ ആണ് അവിടെ കറക്റ്റ് ഫോം ഓഫ് ദി വേർബ് വരുന്നത്. സോ എന്താണ് കറക്റ്റ് ആൻസേഴ്സ്? ഇതാണ് ബോയിൽസ്, ഹാസ് ബീൻ പെയിൻറ്റിങ്. സോ ഓക്കെ, വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ദ പെയിൻറ്റർ ഹാസ് ബീൻ പെയിൻറ്റിങ് ദി ഹൗസ് ഫോർ 2 days അല്ലേ. എന്താണ്? കഴിഞ്ഞ 2 ദിവസമായിട്ട് അല്ലേ. അതെന്താണ്? ഒരു എന്താണ്? പാസ്റ്റിൽ തുടങ്ങിയ ആക്ഷൻ പ്രസൻറ്റിലും നടന്നുകൊണ്ടിരിക്കുകയല്ലേ, സ്റ്റിൽ കണ്ടിന്യൂയിങ് ആണ് അല്ലേ. കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്താണ്? പെയിൻറ്റർ വീട് പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ദ പെയിൻറ്റർ ഹാസ് ബീൻ പെയിൻറ്റിങ് ദ ഹൗസ് ഫോർ 2 days. പിന്നെ ഐ സോ രാജേഷ് യെസ്റ്റർഡേ മോർണിംഗ്. ഓക്കെ, ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി കറക്റ്റ് ആൾട്ടർനേറ്റീവ്സ്. ഒന്നാമത്തത്, ഇൻ ദി സെൻറ്റൻസ് ടച്ച് യുവർ ടോസ് വിത്തൗട്ട് ബെൻഡിങ് യുവർ നീ. ഈ ഒരു സെൻറ്റൻസിൽ എന്താണ്? നമ്മളുടെ മുട്ട് വളയാതെ എന്താണ്? കാലിലെ ആ ഒരു തള്ളവിരൽ തൊടുക എന്ന് പറയുന്നത് അല്ലേ. അവിടെ ബെൻഡിങ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു സെൻറ്റൻസിൽ ബെൻഡിങ് എന്താണ്? ഈസ് എ ഓപ്ഷൻ എ ജെറണ്ട്, ഓപ്ഷൻ ബി പാർട്ടിസിപ്പിൾ, ഓപ്ഷൻ സി ഫിനിറ്റ് വെർബ്, ഓപ്ഷൻ ഡി ഇൻഫിനിറ്റീവ്. എന്താണ്? ഇൻ ദി സെൻറ്റൻസ് അപ്പോൾ അതെന്താണ്? കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി പാർട്ടിസിപ്പിൾ. ഓപ്ഷൻ ബി പാർട്ടിസിപ്പിൾ ആണ്. അപ്പോൾ എന്താണ്? ജെറണ്ട്, പാർട്ടിസിപ്പിൾ, ഫിനിറ്റ് വേർബ്സ്, ഇൻഫിനിറ്റ് വേർബ് ഒക്കെ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അല്ലേ അപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രാമർ സെക്ഷനും കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് അറിയാം അല്ലേ എന്താണ്? ടച്ച് യുവർ ടോസ് വിത്തൗട്ട് ബെൻഡിങ് യുവർ നീ. ഇവിടെ ബെൻഡിങ്, ഈ ഒരു സെൻറ്റൻസിൽ ബെൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിസിപ്പിൾ ആണ്. ദെൻ which of the following sentences contains a non-finite verb? ഇവിടെ തന്നിട്ടുള്ള 4 സെൻറ്റൻസുകളിൽ എന്താണ്? ഏത് സെൻറ്റൻസിലാണ് ഒരു നോൺ ഫിനിറ്റ് വേർബ് ഉള്ളത് നോക്കാം. ഓപ്ഷൻ എ, യു ഹാവ് ബീൻ ഡ്രീമിങ്. ഓപ്ഷൻ ബി, ഹി ബിഗാൻ വർക്കിംഗ് വെൻ ഹി വാസ് 14 years old. ഓപ്ഷൻ സി, ഐ വിൽ ഹെൽപ്പ് യു. ഓപ്ഷൻ ഡി, ഐ ആം ഗോയിങ് ടു മീറ്റ് രാജു അറ്റ് ദി സ്റ്റേഷൻ അറ്റ് 6. അപ്പോൾ ഇതിൽ ഏത് സെൻറ്റൻസിലാണ് നോൺ ഫിനിറ്റ് വേർബ് ഉള്ളത് നോക്കാം. ഓപ്ഷൻ ബി, he began working when he was 14 years old. Okay, then മൂന്നാമത്തത്, in the sentence I found him standing at the door. അവിടെ സ്റ്റാൻഡിങ് എന്താണ്? it functions as a ഓപ്ഷൻ എ gerund, ഓപ്ഷൻ ബി പാർട്ടിസിപ്പിൾ, ഓപ്ഷൻ സി ഫിനിറ്റ് verb, ഓപ്ഷൻ ഡി ഇൻഫിനിറ്റീവ്. അപ്പോൾ ഏതാണ് ഈ സെൻറ്റൻസിൽ എന്താണ്? I found him standing at the door എന്നുള്ള ഈ ഒരു സെൻറ്റൻസിൽ സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് പാർട്ടിസിപ്പിൾ ആണ്. ഇനി 4ാമത്തത്, ഇൻ ദി സെൻറ്റൻസ് ഹി ഡസൻറ്റ് കെയർ ഫോർ ഡാൻസിങ്. ദ നോൺ ഫിനിറ്റ് വേർബ് ഈസ് എ എന്താണ്? ദ നോൺ ഫിനിറ്റ് വേർബ് ഈസ് എ. ഇവിടെ ഈ ഹി ഡസൻറ്റ് കെയർ ഫോർ ഡാൻസിങ് എന്നുള്ള ഈ ഒരു സെൻറ്റൻസിൽ നോൺ ഫിനിറ്റ് വേർബ് എന്താണ്? എന്താണ്? ജെറണ്ട്, പാർട്ടിസിപ്പിൾ, ഫിനിറ്റ് വേർബ്, ഇൻഫിനിറ്റീവ്. ഏതാണ്? ജെറണ്ട് ആണ്. ഓക്കെ, സോ ഇൻ ദി സെൻറ്റൻസ് ഹി ഡസൻറ്റ് കെയർ ഫോർ ഡാൻസിങ്, ദ നോൺ ഫിനിറ്റ് വേർബ് ഈസ് എ എന്താണ്? ജെറണ്ട്.
ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് WH ക്വസ്റ്റ്യൻസ്. ഓക്കെ, കറക്റ്റ് ആ ഒരു WH ഫോം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഏതാണ്? ഹൂ ആണോ, വാട്ട് ആണോ, വൈ ആണോ, വെൻ ആണോ, അല്ലെ, അങ്ങനെ ഏത് WH ഫോം ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഡാഷ് ഡിഡ് യു ബൈ. അപ്പം അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ ആൻസർ അല്ലേ, ആ ചോദ്യം എന്താണ്, അവിടെ കറക്റ്റ് WH എന്താണ് വരുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എ ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ്. അപ്പോൾ എന്താണ് മേടിച്ചത് എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ വാട്ടാണ് വരിക അല്ലേ. എന്താണ് വാട്ട് അല്ലേ, വാട്ട് ഡിഡ് യു ബൈ എ ബോക്സ് ഓഫ് ചോക്ലേറ്റ്സ്. ഇനി അടുത്തത് ഡാഷ് ഓൾഡ് ഈസ് ദ ബിൽഡിംഗ്. അപ്പോൾ ഇറ്റ്സ് അബൌട്ട് 200 years ഓൾഡ്. അപ്പോൾ എത്ര വർഷം പഴക്കമുണ്ട് അല്ലേ, എത്ര പഴക്കമുണ്ട് ആ ഒരു കെട്ടിടത്തിന് എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഹൗ എന്നാണ് വരിക. ഓക്കെ, ഹൗ ഓൾഡ് ഈസ് ദ ബിൽഡിംഗ്, ഇറ്റ്സ് അബൌട്ട് 200 years ഓൾഡ്, 200 വർഷം പഴക്കമുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്ഷൻ ഡി ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ്. ഓക്കെ, 12th ക്വസ്റ്റ്യൻ. Choose the correct alternatives. ഒന്ന്, which of the following is a key component of the salutation in a formal letter? ഒരു ഫോർമൽ ലെറ്ററിൽ സല്യൂട്ടേഷൻ്റെ കീ കോമ്പണൻ്റ് ആയിട്ട് അതിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കുക? ഡിയർ. ഡിയർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പേര് അങ്ങനെയാണോ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ടു ഹൂം ഇറ്റ് മേ കൺസേൺ. മൂന്നാമത്തത് ഹായ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പേര് കൊടുക്കുകയാണോ? നാലാമത്തത് ഹലോ. അപ്പോൾ ഇതിൽ ഏതാണ് ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഔദ്യോഗികമായിട്ടുള്ളൊരു കത്താണ്. അതിൽ നമ്മൾ ഡിയർ, ഹായ്, ഹലോ എന്നൊക്കെ ഉപയോഗിക്കുമോ? ഇല്ല അല്ലേ. അപ്പോൾ എന്താണ്? ടു ഹൂം ഇറ്റ് മേ കൺസേൺ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദെൻ വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് നോട്ട് മേക്കിംഗ് അല്ലേ, നോട്ട്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രൈമറി ഉദ്ദേശം എന്താണ്, ഒരു പ്രൈമറി പേർപ്പസ് എന്താണ്? ഓപ്ഷൻ എ ടു മെമ്മറൈസ് ഇൻഫോർമേഷൻ, ഓപ്ഷൻ ബി ടു സമ്മറൈസ് കണ്ടന്റ് ആൻഡ് എയ്ഡ് അണ്ടർസ്റ്റാൻഡിങ്, ഓപ്ഷൻ സി ടു ക്രിയേറ്റ് എ ഫൈനൽ റിപ്പോർട്ട്, ഓപ്ഷൻ ഡി ടു ഇംപ്രസ് ടീച്ചേഴ്സ്. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ബി ടു സമ്മറൈസ് കണ്ടന്റ് ആൻഡ് എയ്ഡ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, ആ ഒരു കണ്ടന്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് അല്ലേ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ടു സമ്മറൈസ് കണ്ടന്റ് ആൻഡ് എയ്ഡ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ, അതാണ് അതിൻ്റെ പ്രൈമറി പേർപ്പസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് വാട്ട് ടോൺ ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ എ ഫോർമൽ ലെറ്റർ. ഒരു ഫോർമൽ ലെറ്ററിന് ഏറ്റവും കൂടുതൽ അല്ലേ എന്ത് ടോണാണ് ഏറ്റവും യോജിക്കുന്നത്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ കാഷ്വൽ ആൻഡ് ഫ്രണ്ട്ലി, ഓപ്ഷൻ ബി സർക്കാസ്റ്റിക് ആൻഡ് ഹ്യൂമറസ്, ഓപ്ഷൻ സി പ്രൊഫഷണൽ ആൻഡ് റെസ്പെക്ട്ഫുൾ, ഓപ്ഷൻ ഡി ഇൻഫോർമൽ ആൻഡ് ചാറ്റി. അപ്പോൾ നോക്കാം, പ്രൊഫഷണൽ ആൻഡ് റെസ്പെക്ട്ഫുൾ. ഓക്കെ, അതാണ് ആ ഓപ്ഷൻ സി പ്രൊഫഷണൽ ആൻഡ് റെസ്പെക്ട്ഫുൾ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അപ്പോൾ ഒരു ഫോർമൽ ലെറ്ററിൽ ഏറ്റവും യോജിക്കുന്ന ടോണാണ് അല്ലേ, പ്രൊഫഷണൽ ആയിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടോണിലാണ് നമ്മൾ ഫോർമൽ ലെറ്റേഴ്സ് എഴുതുക. ദെൻ നാലാമത്തത് വെൻ സമ്മറൈസിങ് എ ടെക്സ്റ്റ് വാട്ട് ഷുഡ് ബി ദ ഫോക്കസ്. നമ്മളൊരു അല്ലേ ഒരു കാര്യമല്ല, ഒരു പാസേജ് ആണെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി തയ്യാറാക്കുമ്പോൾ നമ്മൾ സമ്മറൈസ് ചെയ്യുമ്പോൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ പേഴ്സണൽ ഒപ്പീനിയൻസ്, ഓപ്ഷൻ ബി മെയിൻ ആർഗ്യുമെന്റ്സ് ആൻഡ് തീംസ്, ഓപ്ഷൻ സി ലെങ്ത് ഓഫ് ദി സമ്മറി, ഓപ്ഷൻ ഡി എക്സാക്ട് വേർഡിംഗ് ഓഫ് ദി ഒറിജിനൽ ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? മെയിൻ ആർഗ്യുമെന്റ്സ് ആൻഡ് തീംസ് അല്ലേ, ഓപ്ഷൻ ബി മെയിൻ ആർഗ്യുമെന്റ്സ് ആൻഡ് തീംസ് അല്ലേ. അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം നമ്മൾ സമ്മറൈസ് ചെയ്യാൻ. ഓക്കെ, സമ്മറി എഴുതുക അല്ലേ, നമ്മൾ ചുരുക്കി എഴുതുമ്പോഴും അതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സും തീംസൊക്കെ നമ്മൾ അല്ലേ അതിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അതിന് ഫോക്കസ് കൊടുക്കണം. ദെൻ 13th ക്വസ്റ്റ്യൻ എന്താണ്? റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് കെയർഫുള്ളി ആൻഡ് ഐഡന്റിഫൈ ദം ആസ് ട്രൂ ആൻഡ് ഫാൾസ്. ഇവിടെ സെന്റൻസുകൾ 4 സെന്റൻസുകൾ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് പറയുക. ഓക്കെ, ഒന്നാമത്തത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു യൂസ് യുവർ ഓൺ വേർഡ്സ് വെൻ ടേക്കിംഗ് നോട്ട്സ്. നമ്മൾ നോട്ട്സ് എഴുതുമ്പോൾ നമ്മളുടെ വേർഡ്സ് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണ്? ട്രൂ ആണ്. ദെൻ രണ്ടാമത്തെ സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? എ ഫോർമൽ ലെറ്റർ ഷുഡ് ഓൾവേസ് ബി റിട്ടൺ ഇൻ എ കോൺവെർസേഷണൽ ടോൺ. അല്ല, ഒരു സംഭാഷണം രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുന്ന രീതിയിൽ ഒരു കോൺവെർസേഷണൽ ടോൺ ആണോ നമ്മൾ ഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ഉപയോഗിക്കേണ്ടത്? അല്ല, അപ്പോൾ ഫാൾസ് ആണ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? നോട്ട്സ് ഷുഡ് ബി റിട്ടൺ ഇൻ കംപ്ലീറ്റ് സെന്റൻസസ്. നോട്ട്സ് കംപ്ലീറ്റ് സെന്റൻസിൽ എഴുതണം എന്നുള്ളത് അതും ഫാൾസ് ആണ്. ഓക്കെ, നമ്മൾ നോട്ട് എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെ അതിൻ്റെ മെയിൻ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് അല്ലേ അങ്ങനെ എഴുതാം അല്ലേ, അല്ലാതെ കംപ്ലീറ്റ് സെന്റൻസിൽ എഴുതണം എന്ന് നിർബന്ധമില്ല, ചുരുക്കി എഴുതാം. ഓക്കെ, നോട്ട് ഷുഡ് ബി റിട്ടൺ ഇൻ കംപ്ലീറ്റ് സെന്റൻസസ് എന്ന് പറയുന്നത് എന്താണ്? ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത്തത് ദ സെൻഡേഴ്സ് അഡ്രസ് ഈസ് റിട്ടൺ ഇൻ ദി ടോപ്പ് റൈറ്റ് കോർണർ ഓഫ് ദി ലെറ്റർ. അതെന്താണ്? ട്രൂ ആണ് അല്ലേ. ടോപ്പ് റൈറ്റ് കോർണറിലാണ് നമ്മൾ ഒരു ലെറ്റർ എഴുതുമ്പോൾ അല്ലേ, ടോപ്പ് റൈറ്റ് കോർണറിലായിട്ടാണ് നമ്മൾ ആ സെൻറ്ററിൻ്റെ അഡ്രസ്സ് കൊടുക്കുക അല്ലേ, അത് ട്രൂ ആണ്. ദെൻ 14th ക്വസ്റ്റ്യൻ എന്താണ്? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 1 or 2 words. 1 or 2 വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ്.
ഒന്ന് വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ഇൻഫോർമൽ റൈറ്റിംഗ് അല്ലെ, ഇൻഫോർമൽ റൈറ്റിംഗ് അല്ലെ. ഇൻഫോർമൽ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, നമ്മളിപ്പോൾ ഫ്രണ്ട്സിന് അല്ലെ കത്തെഴുതുന്നത് അതൊക്കെ എന്താണ് ഇൻഫോർമൽ ആയിട്ടുള്ള റൈറ്റിംഗ് ആണ് അല്ലെ, ഫ്രണ്ട്ലി ആയിട്ടുള്ള റൈറ്റിംഗ്സ് ആണ്. അപ്പം അതിൻ്റെ ഒരു മെയിൻ പേർപ്പസ് എന്താണെന്നുള്ളതാണ് എന്താണ് പേഴ്സണൽ എക്സ്പ്രഷൻ അല്ലെ. ഒറ്റ വാക്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പേഴ്സണൽ എക്സ്പ്രഷൻ, അത് തന്നെയാണ് അതിൻ്റെ ഒരു പർപ്പസ് അല്ലെ. നമ്മൾ പേഴ്സണൽ ആയിട്ടുള്ള ഒരു നമ്മളെ ഒരു അടുപ്പം എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ഇൻഫോർമൽ റൈറ്റിംഗ് ഇസ് പേഴ്സണൽ എക്സ്പ്രഷൻ. പിന്നെയോ അടുത്തത് വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫിന്റെ പ്രധാന പർപ്പസ് എന്താണ്? കൺവേ മീനിങ് അല്ലേ, ആശയം വ്യക്തമാക്കുക എന്നുള്ളത്, കൺവേ മീനിങ്. അത് തന്നെയാണ് എന്ത് ഒരു പാരഗ്രാഫിന്റെ മെയിൻ ഉദ്ദേശം, പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് സെക്ഷൻ ഇയിലെ ഓപ്ഷണൽ മൊഡ്യൂൾ 2 ESP4 ഓഫീസ് യൂസ് ആണ്. ഓക്കെ, അതിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ആൻഡ് ചൂസ് സ്യൂട്ടബിൾ ആൻസേഴ്സ്. അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് ദ ഷോർട്ട് എക്സ്ചേഞ്ചസ് ഓർ ഡയലോഗ്സ് ഗിവൺ ബിലോ, ഐഡന്റിഫൈ ദ റിലേഷൻഷിപ്പ്. ഇവിടെ ഒരു ഡയലോഗ് തന്നിട്ടുണ്ട്, അത് എന്ത് തരം കോൺവെർസേഷൻ ആണ്, ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ എന്നുള്ളത് നമ്മൾ നോക്കുക. ഓക്കെ, ഇപ്പോൾ ഗുഡ് മോർണിംഗ് സർ, വൈ എന്താണ് ഗുഡ് തിരിച്ച് പറയുകയാണ്, ഗുഡ് മോർണിംഗ് ഹരീഷ്, ഡിഡ്ന്റ് സീ യു ഇൻ ദ മോർണിംഗ്, ആർ യു ഫൈൻ. എക്സ് പറയുകയാണ് എന്ത്, യെസ് സർ താങ്ക് യു, ഐ ഹാഡ് ടു ടേക്ക് പെർമിഷൻ ആസ് ഐ ഹാഡ് ടു റിസീവ് മൈ സിസ്റ്റർ ഫ്രം ദി റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് കോൺവെർസേഷൻ. ഓക്കെ, ഇത് ഫോർമൽ ആണോ ഇൻഫോർമൽ ആണോ ന്യൂട്രൽ ആണോ അതോ നൺ ഓഫ് ദി അബവ്, ഇതൊന്നും അല്ലേ എന്നുള്ളതാണ് ഓപ്ഷൻസ്. ഓക്കെ, ഇപ്പം എന്താണ് ഫോർമൽ ആണ്. ഓക്കെ, ഇതൊരു ഫോർമൽ കോൺവെർസേഷൻ ആണ്. അടുത്തത് പീപ്പിൾ യൂഷ്വലി യൂസ് ഷോർട്ട് ഫോംസ് വെൻ എൻഡിങ് ഇമെയിൽസ്, സെലക്ട് ദി കറക്റ്റ് മാച്ച്. ഇപ്പം ഇമെയിൽസ് ഇമെയിലുകൾ ഒക്കെ അവസാനിപ്പിക്കുമ്പോൾ ഷോർട്ട് ഫോംസ് ആണ് അധികവും ആളുകൾ ഉപയോഗിക്കുക. അപ്പോൾ അതിൽ കറക്റ്റ് ഒരു അവസാനം അല്ലെ ഒരു മെയിൽ എഴുതി ഒരു ഇമെയിലിൻ്റെ അവസാനം ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ഫോം, കറക്റ്റ് ഷോർട്ട് ഫോം ഏതാണ്, കറക്റ്റ് മാച്ച് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒന്ന് BBL ബി ബാക്ക് ലേറ്റർ, പിന്നെ IMO ഇൻ മൈ ഒപ്പീനിയൻ, BFN ബ്രിങ് ഫോർ നൗ, IOW ഇൻ അതർ വേർഡ്സ്. ഏതാണ് BBL അല്ലേ, ബി ബാക്ക് ലേറ്റർ. 17ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് റിസർച്ചിങ് എ കമ്പനി പ്രയർ ടു ആൻ ഇൻ്റർവ്യൂ. ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന കമ്പനിയെ കുറിച്ച് റിസർച്ച് നടത്തുന്നതിൻ്റെ പ്രൈമറി ഉദ്ദേശം അല്ലേ, ആ ഒരു മെയിൻ പേർപ്പസ് എന്താണ്, അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ടു ഫൈൻഡ് ഔട്ട് ദി സാലറി ഓഫേർഡ്, സാലറി എത്ര അവിടെ കൊടുക്കുന്നതെന്ന് കണ്ടുപിടിക്കാനാണോ, അതോ ടു കൺവിൻസ് ദ ഇൻ്റർവ്യൂവർ ഓഫ് യുവർ സിൻസിയറിറ്റി, നമ്മളുടെ ആ ഒരു ആത്മാർത്ഥതയെക്കുറിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് കൺവിൻസ് ചെയ്യാനാണോ, അതോ ടു ലേൺ അബൌട്ട് കമ്പനി ഗോസിപ്പ്, ആ ഒരു കമ്പനിയെക്കുറിച്ച് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണോ, അതോ അല്ലെ ആ ഒരു കമ്പനി ഗോസിപ്പിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെ ആ കമ്പനിയെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് അല്ലെ അങ്ങനെ ഗോസിപ്പിന് അതിന് വേണ്ടിയിട്ടാണോ, അതോ ടു പ്രിപ്പയർ ഫോർ കാഷ്വൽ കോൺവെർസേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 4 സെന്റൻസ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതിൽ ഓപ്ഷൻ എ ഓൾ ഓപ്ഷൻസ് ആർ ട്രൂ, ഇതെല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി ഓൾ ഓപ്ഷൻസ് ആർ ഫോൾസ്, എല്ലാ ഓപ്ഷനും തെറ്റാണ്. ഓപ്ഷൻ സി ഓൺലി ഓപ്ഷൻ 1 ഈസ് ട്രൂ, ഓപ്ഷൻ 1 മാത്രമാണ് ശരി. ഓപ്ഷൻ ഡി എന്താണ്, ഓപ്ഷൻ ഓൺലി 2 ഈസ് ട്രൂ അല്ലേ, ഈ സെക്കൻഡ് ഓപ്ഷൻ മാത്രമാണ് ശരി. ഏതാണ് ഓപ്ഷൻ ഡി, കറക്റ്റ് ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ ഡി ഓൺലി സെക്കൻഡ് 1 ഈസ് ട്രൂ. എന്താണ് ടു കൺവിൻസ് ദ ഇൻ്റർവ്യൂവർ ഓഫ് യുവർ സിൻസിയറിറ്റി, നമ്മളുടെ ആ ഒരു കമ്പനിയോടുള്ള ആത്മാർത്ഥത എത്രയാണെന്നുള്ളത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കമ്പനിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കമ്പനിയെക്കുറിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളൊരു അവിടെ ഒരു ഇംപ്രഷൻ അല്ലേ, ആ ഒരു ഇൻ്റർവ്യൂവറിന് നമ്മളുടെ ആ ഒരു സിൻസിയറിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നമ്മളങ്ങനെ റിസർച്ച് നടത്തുന്നത്. ഓക്കെ, ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, you have to write an email to VRR Travels asking them to cancel your bus tickets to Bangalore and the hotel accommodation they had booked for you. You will inform about the changed date in near future. അല്ലേ, you will inform about the. അപ്പോൾ എന്താണ് നമുക്കൊരു ഇവിടെ ഒരു സന്ദർഭം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് VRR ട്രാവൽസിന് നമുക്കൊരു മെയിൽ എഴുതണം, അതായത് നമുക്ക് നമ്മളുടെ ബസ് ടിക്കറ്റ് ബാംഗ്ലൂരിക്കുള്ള ബസ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ആക്കണം, നമ്മൾക്ക് വേണ്ടി അവർ ബുക്ക് ചെയ്ത ഹോട്ടൽ അക്കോമഡേഷൻ ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ എഴുതണം. അപ്പോൾ യു വിൽ ഇൻഫോം അബൌട്ട് ദ ചേഞ്ച്ഡ് ഡേറ്റ് ഇൻ നിയർ ഫ്യൂച്ചർ, സെലക്ട് ദ. അപ്പോൾ നമ്മൾ ആ ഒരു മാറ്റിയിട്ടുള്ള ആ ഒരു തീയതി മാറ്റിയ കാര്യം അല്ലെ, അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത് തന്നെ അവരെ ഇൻഫോം ചെയ്യും അല്ലെ. സെലക്ട് ദി അപ്രോപ്രിയേറ്റ് പോയിന്റ്സ് ഫ്രം ദി ഫോളോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ ഇതാണ് ഒരു സാഹചര്യം, സിറ്റുവേഷൻ ഇതാണ്. ഇനി ഇതിൽ ഏറ്റവും ഇതിന് യോജിക്കുന്ന ഈ സന്ദർഭത്തിന് യോജിക്കുന്ന രീതിയിൽ അല്ലേ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്യുക.
ഓപ്ഷൻ എ cancel reservations will decide upon new dates, regret the inconvenience caused. Option B, cancel reservations will inform about the new dates, regret the inconvenience caused. Option C, postpone reservations will inform about new dates, regret inconvenience caused. നാലാമത്തെ ഓപ്ഷൻ എന്താണ്? cancel reservations will inform about new dates, requested to return the booking amount. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, cancel reservations will inform about the new dates, regret the inconvenience caused. ഓക്കെ, ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. Then 19th question ആണ്. In a hospital, the doctor meets the nurse and asks, how are you? അതാണ് ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർ നഴ്സിനെ കാണുമ്പോൾ how are you എന്ന് ചോദിക്കുകയാണ്. which expression could you see in response? അപ്പോൾ അതിന് റെസ്പോൺസ് ആയിട്ട് എന്താ നഴ്സ് തിരിച്ച് പറയുണ്ടാവുക? സെലക്ട് ദി കറക്റ്റ് റെസ്പോൺസ്. ഓപ്ഷൻ എ താങ്ക്സ്, ഓപ്ഷൻ ബി ഫൈൻ താങ്ക്സ്, ഓപ്ഷൻ സി ഐ ആം ഫൈൻ താങ്ക് യു ഡോക്ടർ, ഓപ്ഷൻ ഡി ഫൈൻ. ഏതായിരിക്കും? ഐ ആം ഫൈൻ താങ്ക് യു ഡോക്ടർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് ബി സെക്ഷൻ എ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിന് ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 20ാമത്തേൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡിസിഷൻ ഡസ് ദ സ്പീക്കർ മേക്ക് റിഗാർഡിംഗ് ദ ട്രൂ പാത്ത്സ് ഇൻ ദ പോയം ദ റോഡ് നോട്ട് ടേക്കൺ? ദ റോഡ് നോട്ട് ടേക്കൺ എന്ന പോയത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡിസിഷൻ ഡസ് ദ സ്പീക്കർ മേക്ക് റിഗാർഡിംഗ് ദ ട്രൂ പാത്ത്സ് ഇൻ ദി പോയം റോഡ് നോട്ട് ടേക്കൺ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. In the poem The Road Not Taken by Robert Frost, the speaker is faced with a fork in the road and must decide which path to take. After deliberating, the speaker chooses the less travelled road, which serves as a metaphor for the choices we make in life. അപ്പോൾ അതായത് ഈ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന ഈ ഒരു പോയത്തിൽ സ്പീക്കർക്ക് കൺഫ്യൂഷനാണ്. അതായത് 2 റോഡുകളുണ്ട്. അപ്പോൾ അതിൽ ഏത് പാത്ത്, ഏത് വഴി, ഏത് റോഡ് തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഇങ്ങനെ എന്താണ് ആ ഒരു കൺഫ്യൂഷനിൽ അതിങ്ങനെ തീരുമാനിക്കാനുള്ള ഒരു പോയിന്റിൽ നിൽക്കുകയാണ്. ആഫ്റ്റർ ഡെലിബറേറ്റിംഗ് ദ സ്പീക്കർ ചൂസസ് ദ ലെസ് ട്രാവൽഡ് റോഡ്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം സ്പീക്കർ എന്താ ചെയ്യുന്നത്? ആളുകളെ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന വഴിയിലൂടെ പോവാതെ അധികം ആളുകൾ സഞ്ചരിക്കാത്ത പാത തിരഞ്ഞെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് എന്തിനുള്ള ഒരു മെറ്റഫറായിട്ടാണ്? അതായത് നമ്മൾ ജീവിതത്തിൽ എല്ലാവരും എടുക്കുന്ന പോലെ സെയിം തീരുമാനങ്ങൾ എടുക്കാതെ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുക, അല്ലേ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോയ്സ് ലൈഫിൽ വരുത്തുക എന്നുള്ള ആ ഒരു കാര്യത്തിന് മെറ്റഫറായിട്ടാണ് അവിടെ അത് കാണിക്കുന്നത്. 2ാമത്തെ പാത സ്പീക്കർ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അധികം ആരും സഞ്ചരിക്കാത്തൊരു പാത സ്പീക്കർ തിരഞ്ഞെടുക്കുകയാണ്. ദ സ്പീക്കേഴ്സ് ഡിസിഷൻ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ചൂസിങ് എ ഫിസിക്കൽ പാത്ത് ബട്ട് ആൾസോ അബൌട്ട് എംബ്രേസിംഗ് ദ അൺസർട്ടനിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ദാറ്റ് ചോയ്സ്. അപ്പോൾ ഇവിടെ എന്താണ്? ജസ്റ്റ് ആ ഒരു ഫിസിക്കൽ പാത്ത്, അല്ലേ, ആ ഒരു അത് ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല സ്പീക്കറിൻ്റെ ഡിസിഷൻ, മറിച്ച് but also embracing the uncertainty and potential consequences of that choice. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ അധികം ആരും തിരഞ്ഞെടുക്കാത്ത ആ ഒരു പാത ജീവിതത്തിൽ, അല്ലെ, തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ബുദ്ധിമുട്ടുകളും, അല്ലെ, കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചാലഞ്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോൺസിക്വൻസും കൂടി ഏറ്റെടുക്കാൻ തയ്യാറായിക്കൊണ്ടാണ് സ്പീക്കർ അത് ചൂസ് ചെയ്യുന്നത്. ദ പോയംസ് ഫേമസ് ലൈൻസ്, അപ്പോൾ ആ ഒരു പോയത്തിലെ ഫേമസ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ബൈ, അതുപോലെ തന്നെ ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദി ഡിഫറൻസ്. ഇത് ആ ഒരു പോയത്തിലെ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന പോയത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൈൻസ് ആണ്. എന്താണ്? ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ബൈ. പോയറ്റ് എന്താ, സ്പീക്കർ എന്താണ് തിരഞ്ഞെടുത്തത്? അതായത് ദ വൺ, ആ ഒരു പാത്ത്, അല്ലെ, ഐ ടുക്ക് ദി വൺ, അല്ലെ, ഞാൻ ഏതാണ് എടുത്തത്? ദ വൺ ലെസ് ട്രാവൽഡ് ബൈ, ആളുകൾ ഏറ്റവും കുറവ് സഞ്ചരിക്കുന്ന, അല്ലെ, ആളുകൾ അധികം സഞ്ചരിക്കാത്ത ആ ഒരു പാതയാണ് ഞാൻ എടുത്തത്. ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദി ഡിഫറൻസ്, അത് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു, അല്ലേ. അത് എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? ദാറ്റ് ദ സ്പീക്കേഴ്സ് ചോയ്സ് ഹാസ് ഹാഡ് എ പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഓൺ ദെയർ ലൈഫ്. അതായത് അങ്ങനെ ജീവിതത്തിൽ അധികം ആരും എടുക്കാത്ത തീരുമാനങ്ങൾ, ആരും തിരഞ്ഞെടുക്കാത്ത പാതയിലൂടെ സഞ്ചരിച്ച് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ വരുത്തി, അല്ലേ, എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ള ആ ഒരു കാര്യത്തിനെയാണ് അവിടെ മെറ്റഫറിക്കലി ആ ഒരു 2ാമത്തെ റോഡ് തിരഞ്ഞെടുത്തു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു 1ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതുന്നത്. ഓക്കെ, നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, 2ാമത്തെ എന്താണ്? വാട്ട് ആക്ഷൻ ഡിഡ് ദ ക്യാരക്ടേഴ്സ് ടേക്ക് വെൻ ദേ റിയലൈസ്ഡ് ഹി വാസ് നോട്ട് ഫൗണ്ട്? എന്താണ് ഇത്? ഏത് ആ ഒരു എന്താ പറയുക, ആ ഒരു ദ നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയോൺ, അല്ലേ, ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയോൺ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആക്ഷൻ ഡിഡ് ദ ക്യാരക്ടേഴ്സ് ടേക്ക് വെൻ ദേ റിയലൈസ്ഡ് ഹി വാസ് നോട്ട് ഫൗണ്ട്? അപ്പോൾ അതിൻ്റെ ഉത്തരം, ദ ക്യാരക്ടേഴ്സ് ലിറ്റ് എ ഫയർ ഓൺ ദ ഹിൽ ടു സിഗ്നൽ ഫോർ ഹെൽപ്പ് ആൻഡ് ആൾസോ ഫോംഡ് എ സെർച്ച് പാർട്ടി ടു ലുക്ക് ഫോർ ദി മിസ്സിംഗ് ബോയ്.
21ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. ഓക്കെ. He also emphasizes the importance of reason and rationality. How does Tagore describe the ideal state of mind in the poem? Where the mind is without fear എന്നുള്ള പോയത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ ഇത് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ചോദ്യം എന്താണ്? The poem The Road Not Taken explores the idea of missed opportunities and the inherent uncertainty in decision making. What does the poet try to bring out through this poem? അപ്പോൾ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്നുള്ള പോയത്തിൽ നിന്നൊരു ചോദ്യമുണ്ട്, റോഡ് നോട്ട് ടേക്കൺ എന്ന പോയത്തിലും ചോദ്യമുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ 2ന്റെ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ എക്സാമിന് ഇങ്ങനെ ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ് എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്ന ചോദ്യം ഏതാണോ അതിന് ആൻസർ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ചോദ്യമാണ് ഇവിടെ അറ്റൻഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എങ്ങനെ വരിക? In the poem Where the Mind is Without Fear by Rabindranath Tagore, the ideal state of mind is described as free from fear and prejudice, then able to reason and think clearly, open to knowledge and wisdom, guided by truth and moral principles, unbroken and undivided with a sense of unity and harmony. Okay. ഇതാണ് എന്താണ്, അതായത് രവീന്ദ്രനാഥ ടാഗോറിന്റെ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന ആ ഒരു പോയത്തില് ഐഡിയൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നുള്ളതുകൊണ്ട് അല്ലെ, അദ്ദേഹം എന്താ ഒരു ഐഡിയൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നുള്ളതുകൊണ്ട് എന്തൊക്കെയാണ് ടാഗോർ ഉദ്ദേശിക്കുന്നത്? ഫ്രീ ഫ്രം ഫിയർ ആൻഡ് പ്രെജുഡൈസ് അല്ലെ, ഭയത്തിൽ നിന്ന് ഉള്ളൊരു മോചനം. അതുപോലെ ഏബിൾ ടു റീസൺ ആൻഡ് തിങ്ക് ക്ലിയർലി അല്ലെ, കാരണങ്ങളെ വ്യക്തമാക്കാനും അല്ലെ നല്ല രീതിയിൽ ചിന്തിക്കാൻ, ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ചിന്തിക്കാനുള്ളൊരു കഴിവ്. ഓപ്പൺ ടു നോളജ് ആൻഡ് വിസ്ഡം അല്ലെ, ഒരു അറിവ് അല്ലെ, അതിനുള്ളൊരു അറിവ്, നല്ല ജ്ഞാനം, ഇതൊക്കെ ഉള്ള ഒരു ഇതൊക്കെ അറിവും ജ്ഞാനവും ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഓക്കെ. ദെൻ ഗൈഡഡ് ബൈ ട്രൂത്ത് ആൻഡ് മോറൽ പ്രിൻസിപ്പിൾസ്, ദെൻ അൺബ്രോക്കൺ ആൻഡ് അൺഡിവൈഡഡ് വിത്ത് എ സെൻസ് ഓഫ് യൂണിറ്റി ആൻഡ് ഹാർമണി. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പോയത്തിൽ അല്ലേ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ് ഐഡിയൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നുള്ളത്. അദ്ദേഹം ഈ ഒരു പോയത്തിൽ അദ്ദേഹം അങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ 2ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എങ്ങനെയാണ് വരിക? അതായത് റോഡ് നോട്ട് ടേക്കൺ ആ ഒരു പോയത്തിൽ എന്താണ് അവിടെ പോയിട്ട്, അതായത് അദ്ദേഹം ആ ഒരു പോയം എന്ത് ഐഡിയയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്? ഓഫ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ, ആ നഷ്ടപ്പെട്ട അവസരങ്ങളും ആ ഒരു തീരുമാനം എടുത്തതിൽ വന്ന അപാകതകളും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് അതിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. സോ അവിടെ എന്താണ് പോയിറ്റ് ശ്രമിക്കുന്നത്? ഈ ഒരു പോയത്തിലൂടെ എന്താണ് കവി ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നോക്കാം. ത്രൂ ദ റോഡ് നോട്ട് ടേക്കൺ റോബർട്ട് ഫ്രോസ്റ്റ് ട്രൈസ് ടു ബ്രിങ് ഔട്ട് ദി ഐഡിയ ദാറ്റ്. അപ്പോൾ ഈ ഒരു പോയത്തിലൂടെ റോഡ് നോട്ട് ടേക്കൺ എന്ന പോയത്തിലൂടെ റോബർട്ട് ഫ്രോസ്റ്റ് എന്താശയമാണ് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ എന്താണ്? ദ ചോയ്സസ് വി മേക്ക് ഇൻ ലൈഫ് ഷേപ്പ് ഹൂ വി ബിക്കം. ഓക്കെ, നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ആണ് എന്താണ് നമ്മൾ ആരാകും എന്നുള്ളത് അല്ലേ, അതാണ് തീരുമാനിക്കുന്നത്. നമ്മളെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മളെ അല്ലെ, അതാണ് നമ്മൾ ആരായി തീരും എന്നുള്ള തീരുമാനിക്കുന്നത്. ഓക്കെ, വി ഓഫൺ വണ്ടർ വാട്ട് വുഡ് ഹാവ് ഹാപ്പൻ ഇഫ് വി ഹാഡ് ചോസൺ ഡിഫറെൻ്റ്ലി അല്ലേ. നമ്മൾ വ്യത്യസ്തമായിട്ട്, അതുപോലെ തന്നെ അല്ലേ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ചോയ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലേ എന്താണ് എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് അറിയാനുള്ളൊരു ആകാംക്ഷ. അതുപോലെ തന്നെ ദ റോഡ് നോട്ട് ടേക്കൺ റെപ്രസെൻറ്റ്സ് ദ പോസിബിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് വി മിസ് ഔട്ട് ഓൺ അല്ലേ. ദ റോഡ് നോട്ട് ടേക്കൺ ആരും സഞ്ചരിക്കാത്ത പാത അല്ലേ, ആ ഒരു റോഡ് നോട്ട് ടേക്കൺ എന്നുള്ളത് അല്ലേ ആരും തിരഞ്ഞെടുക്കാത്തൊരു വഴി എന്ന് പറയുന്നത് എന്താണ്? അത് കാണിക്കുന്നത് അതായത് നമ്മൾ മിസ് ചെയ്യുന്ന, നമ്മുടെ ജീവിതത്തിൽ മിസ് ചെയ്യുന്ന അവസരങ്ങളും പിന്നെ സാധ്യതകളൊക്കെയാണ്. ഓക്കെ, നമ്മളെ ജീവിതത്തിൽ അവിടെ വേണമെങ്കിൽ അത് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിട്ടും മനഃപൂർവ്വം നമ്മളത് ഒഴിച്ചാലേ നമ്മളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട അവസരങ്ങളും സാധ്യതകളൊക്കെയാണ് അത് കാണിക്കുന്നത്. റോഡ് നോട്ട് ടേക്കൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ സ്പീക്കേഴ്സ് ചോയ്സ് ഓഫ് ദ ലെസ് ട്രാവൽഡ് റോഡ് സിംബലൈസസ് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് സെൽഫ് റിലയൻസ്. അപ്പോൾ സ്പീക്കർ ഇവിടെ ആരും തിരഞ്ഞെടുക്കാത്ത ആ ഒരു ചോയ്സ് എടുക്കുമ്പോൾ എന്താണ് ആ ഒരു ലെസ് ട്രാവൽഡ് റോഡ് സ്പീക്കർ എടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ സിംബലൈസ് ചെയ്യുന്ന എന്താണ്? ഇൻഡിവിജ്വാലിറ്റി അല്ലേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി, അതുപോലെ സെൽഫ് റിലയൻസ് ഒക്കെയാണ് അവിടെ കാണിക്കുന്നത്. അൾട്ടിമേറ്റ്ലി ദ പോയം ഹൈലൈറ്റ്സ് ദ കോംപ്ലക്സിറ്റി ആൻഡ് അൺസർട്ടൈനിറ്റി ഓഫ് ഡിസിഷൻ മേക്കിംഗ്, ലീവിങ് ദ റീഡർ ടു പോണ്ടർ ദ കോൺസിക്വൻസസ് ഓഫ് ദെയർ ഓൺ ചോയ്സസ്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത അല്ലേ നമ്മൾ തന്നെ തീരുമാനിക്കുന്ന നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തുന്ന ചോയ്സസ് കാരണം തന്നെ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലേ, അതിൻ്റെ അപാകതകൾ, ആ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്, ഈ പോയം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ആൻസർ ദി ഫോളോയിങ് 22, 23, 24 ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെയും
ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഏതൊക്കെയാണ്? 22ാമത്തെ ചോദ്യം എന്താണ്? വാട്ട് മെയ്ഡ് ദ ഡോക്ടർ റിയലൈസ് ദാറ്റ് ഹി വാസ് നോട്ട് ലുക്കിംഗ് അറ്റ് ഹിസ് ഓൺ വാച്ച്? ഓക്കെ, അതായത് ചാപ്റ്റർ എന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വാട്ട് മെയ്ഡ് ദ ഡോക്ടർ റിയലൈസ് ദാറ്റ് ഹി വാസ് നോട്ട് ലുക്കിംഗ് അറ്റ് ഹിസ് ഓൺ വാച്ച്? അതിൻ്റെ ആൻസർ എന്താണ്? ദ ഡോക്ടർ റിയലൈസ്ഡ് he was not looking at his own watch when he saw the inscription to my dearest husband on the back of the watch. അതായത് എന്ത് കണ്ടപ്പോഴാണ് ആ ഒരു വാച്ച് തൻ്റെതല്ല എന്ന് ഡോക്ടർ എപ്പോഴാണ് തിരിച്ചറിഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? ഡോക്ടർ എപ്പോഴാണ് ആ ഒരു വാച്ച് തിരിച്ചറിഞ്ഞത്? അതായത് ആ ഒരു വാച്ചിൻ്റെ ബാക്കിൽ ടു മൈ ഡിയറസ്റ്റ് ഹസ്ബൻഡ് എന്നുള്ള ഒരു കുറിപ്പ് കണ്ടപ്പോഴാണ് അത് തൻ്റെ വാച്ചല്ല എന്നുള്ളത് ഡോക്ടർ മനസ്സിലാക്കുന്നത്. ഓക്കെ, 23ാമത്തെ ചോദ്യം എന്താണ്? വൈ ഡിഡ് വേദ് പ്രൊട്ടസ്റ്റ് വിത്ത് ക്രൈസ് വെൻ ദി ഐ ഡ്രോപ്സ് were administered? എന്നാണ് വേദ് പ്രൊട്ടസ്റ്റ്. അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരിക? വേദ് പ്രൊട്ടസ്റ്റഡ് വിത്ത് ക്രൈസ് വെൻ ദ ഐ ഡ്രോപ്സ് were administered because he was scared and uncomfortable with the process and also because his eyes were sensitive. കാരണം ആ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അല്ലേ, അവന് ഭയങ്കര വേദന, അത്രയും ഒരു പേടിയും ഒരു അൺകംഫർട്ടബിൾ ഒക്കെ അവനുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഹിസ് ഐസ് വർ വെരി സെൻസിറ്റീവ്, അല്ലേ? അവൻ്റെ കണ്ണുകൾ അത്രയും സെൻസിറ്റീവ് ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് അവൻ അത് കരഞ്ഞത്. ഓക്കെ, then 24ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ വാസ് ബാൽഡിയോസ് വെപ്പൺ എ പാർട്ട് ഓഫ് ഹിം എവറി ടൈം? ബാൽഡിയോസ് വെപ്പൺ ദ സ്വോർഡ്. ബാൽഡിയോന്റെ വെപ്പൺ എന്തായിരുന്നു? സ്വോർഡ്, വാളായിരുന്നു, അല്ലേ? അതെന്തുകൊണ്ടാണ്? എപ്പോഴും അവൻ്റെ കൂടെ ആ ഒരു ആയുധം ഉണ്ടാവും, അല്ലെ? ആ ഒരു സ്വോർഡ്, ആ ഒരു വാൾ അവൻ്റെ കയ്യിലുണ്ടാവും. ബാൽഡിയോസ് വെപ്പൺ ദ സ്വോർഡ് വാസ് എ പാർട്ട് ഓഫ് ഹിം എവറി ടൈം ബിക്കോസ്, കാരണം അതെപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവാൻ കാരണം എന്താണ്? ഇറ്റ് വാസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഹിംസെൽഫ്, എ ടൂൾ ദാറ്റ് ഹി wielded with skill and precision and it became an integral part of his identity as a warrior. ഒരു യോദ്ധാവ് എന്ന നിലയിൽ, അല്ലേ, അവൻ്റെ ഐഡൻറ്റിറ്റിയുടെ തന്നെ ഭാഗമായി മാറിയൊരു ഉപകരണമാണ് അത്, ആ ഒരു വാൾ, സ്വോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ ആ ഒരു വെപ്പൺ എപ്പോഴും അവൻ കയ്യിൽ വെക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷൻ ബി ആണ്. നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 25 മുതലാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സിലായിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ 24ാമത്തെ ക്വസ്റ്റ്യൻസ് വരെ, അതിൻ്റെ ആൻസേഴ്സ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സിൽ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു ഓൾ.